ഞാനേ ഇന്ന് വന്നത് നിങ്ങളെ ഒരു ഉത്സവത്തിന് ക്ഷണിക്കാനാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ കൂടാളി പഞ്ചായത്തിലെ 12ാം വാർഡില് ആവാങ്കോട്ടുകരിയിലെ ഉത്സവമാണ് മെയ് 6, 7 തീയതി. അപ്പൊ ആ ഉത്സവത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും, നമ്മുടെ കണ്ണൂർ ജില്ലയല്ല, എല്ലാ ജില്ലയിൽ നിന്നും ഇവിടെ ഉത്സവത്തിന് ആള് വരാറുണ്ട്. കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നും ഉത്സവത്തിന് ആള് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തെയ്യം ഏകദേശം കഴിയാറായി, തെയ്യത്തിന്റെ സീസൺ കഴിയാറായി. നമ്മുടെ ഈ ഏരിയയിൽ ഇവിടെയാണ് ലാസ്റ്റ് തെയ്യം. അപ്പൊ 6 തീയതി കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ DJ ഉണ്ട്, ചെറിയ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്, പിന്നെ നാട്ടുകാരുടെ കലാപരിപാടികളുണ്ട്. അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എൻ്റെ. അപ്പോൾ ഇവിടെ കുറച്ച് ഇപ്പം കാണുമ്പോൾ നമുക്ക് സ്ഥലപരിമിതി വളരെ കുറവാണെന്നൊക്കെ തോന്നും. ഉത്സവത്തിന് നിങ്ങൾ കണ്ടോ, ഭയങ്കര ജനങ്ങളായിരിക്കും. അതുപോലെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കും, എല്ലാം പെയിന്റ് അടിച്ച് നല്ല ഭംഗിയാക്കും. അതിന് മുന്നേ ഞാനൊന്ന് ചെയ്ത് നിങ്ങളുടെ അറിവിലേക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ട ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്തേക്കണം. 6 തീയതി കുറെ കാര്യങ്ങളുണ്ട്. രാവിലെ മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾ, സാധാരണ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ വൈകിട്ട് കലാപരിപാടികൾ, അതുപോലെ തന്നെ DJ എന്ന് പറഞ്ഞാൽ ബംഗ്ലാവ് മൊട്ടയെന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അത് മാത്രമല്ല, കറക്റ്റ് എനിക്ക് തോന്നുന്നു 12 മണിക്ക് തന്നെ ഭൂതം കീയും. ഇവിടെ ആകെയുള്ള തെയ്യം ഭൂതവും അതുപോലെ തന്നെ വലിയ തമ്പുരാട്ടിയാണ്. 6 തീയതി രാത്രി കലാപരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് 12 മണിക്ക് ഭൂതം ഇറങ്ങും. അത് ഏകദേശം 1 മണി 1:30ക്കുള്ളിൽ ഭൂതം കഴിയും. പിന്നെന്ന് പറഞ്ഞാൽ 7 തീയതി രാവിലെ ഒരു 9 മണിക്കാണ് തമ്പുരാട്ടി ഇറങ്ങുന്നത്. തമ്പുരാട്ടീന്റെ വലിയ മുടി വെക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളും, പിന്നെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുക, ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളെ ഇവിടത്തേക്ക് ക്ഷണിക്കുക എന്ന ലക്ഷ്യമാണ്. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിനും എൻ്റെ ഒരു എന്താ പറയണ്ടത്, ഞാൻ അർപ്പിക്കുന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് എല്ലാവരും വന്നിട്ട് ഇവിടെ ഉത്സവം ഭയങ്കര കെങ്കേമമാക്കുക. മാത്രമല്ല വേറെ പറയാൻ പറ്റാത്ത ചില എന്താ പറയണ്ടത് സസ്പെൻസ് കൂടിയുണ്ട്. അപ്പൊ വന്ന് കാണുക. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്ത് ആവാങ്കോട്ടുകരി എന്ന ഈ ദേവസ്ഥാനത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, കൂടാളി വഴിയാണെങ്കിൽ കുമ്പം മഹാദേവ ക്ഷേത്രം, അതായത് ശ്രീ മോലോത്ത് പറമ്പ് മഹാദേവ ക്ഷേത്രത്തിന്റെ ആ റോഡ് ഇങ്ങോട്ട് കയറുക. പിന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിന്റെ അതിൽ ഇങ്ങോട്ട് മുകളിലോട്ട് ബോർഡ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പനേത്താമ്പറമ്പ് ഇങ്ങനെ മുഴപ്പാലയെന്നൊക്കെ വരുന്നതാണെങ്കിൽ ഈ ബംഗ്ലാവ് മൊട്ടയെന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ മുഴപ്പാല ചക്രക്കല്ലിങ്ങന്ന് വരുന്ന ആൾക്കും മുഴപ്പാലയെന്ന് റോഡുണ്ട്, കനാൽ വഴിയും വരാം. ഒരുപാട് വഴികളുണ്ട്. അപ്പൊ എല്ലാവരും വരിക, നമ്മുടെ ഭൂതത്തിന് കാണുക, ആസ്വദിക്കുക. ഭയങ്കര പെർഫോമൻസ് ആണ് ഭൂതം. 6 തീയതി രാവിലെ ഗണപതി ഹോമത്തോടു കൂടിയാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത്. പിന്നീട് ഉച്ചക്കൊക്കെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതിനുശേഷം വൈകിട്ട് വനിതകളുടെ കോലിക്കളി, കൈകൊട്ടിക്കളി, കുട്ടികളുടെ ഒക്കെ നൃത്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ എല്ലാ ഭക്തജനങ്ങളും വന്നിട്ട് ഇവിടുത്തെ ഭൂതത്തിന് ഭയങ്കര ജനങ്ങളായിരിക്കും കേട്ടാ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഭൂതത്തിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. എന്താണ് ശരിക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ആരോ കമന്റ് ഇട്ടിരുന്നു, തെയ്യത്തിന് ഇംഗ്ലീഷ് പറയാൻ പാടില്ല, എന്താന്ന് പറയാ, കലാശം, ഭയങ്കര കലാശായിരിക്കും ഭൂതത്തിന് കാണുമ്പോൾ തന്നെ നല്ല സൗന്ദര്യമുണ്ട്. ശരിക്ക് ഈ ചങ്ങായിന്റെ പേര് എനിക്കറിയില്ല, കോലധാരിന്റെ പേരറിയില്ല, പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലായിരിക്കും. കണ്ടില്ലേ? അതുപോലെ കുറെ വഴിപാടുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തമ്പുരാട്ടി 7 തീയതി രാവിലെ ഇറങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പം ഏതായാലും ബോർഡിൽ വായിച്ചില്ലേ, പിന്നെ ശരിക്ക് ഞാൻ നോട്ടീസ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഒന്ന് നോട്ടീസ് നോക്കിക്കോളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. സുന്ദരമായ ഭൂതമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വലിയ തമ്പുരാട്ടി. അപ്പോൾ 2 തെയ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ഇനി പറയേണ്ടതുണ്ടാ?
എല്ലാം കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും വരിക, ഇവിടുത്തെ ഉത്സവം കാണുക, ആസ്വദിക്കുക. പിന്നെ ഫുഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഭക്ഷണത്തിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ എല്ലാവരെയും ക്ഷണിക്കുന്നു കേട്ടോ, ഒരിക്കൽ കൂടി. കുറെ പ്രാവശ്യമായി ക്ഷണിക്കുന്നു, ക്ഷണിച്ച് ബോറടിച്ച്. താറ്റോട് എന്നുകൂടി പറയും കേട്ടോ, കൂടാളി പഞ്ചായത്തിൽ താറ്റോട് എന്ന് കൂടി പറയും. പിന്നെ ഇത് ശരിക്ക് മുഴപ്പാലേന്റെയും താറ്റോടിന്റെയും ബംഗ്ലാവിന്റെയും പനേത്താമ്പറമ്പിന്റെയും കുമ്പത്തിന്റെയും എല്ലാത്തിന്റെയും നടുക്കാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ മുകളിലൂടെ കാണിച്ച എല്ലാത്തിന്റെയും നടുക്ക്, അതായത് റോഡ് മുകളിലാണ്, ഇത് കുറച്ച് കുഴി ഉള്ള സ്ഥലമാണ്. അപ്പോ കൂടുതൽ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.